പൊറോട്ടയ്ക്കൊപ്പം ഗ്രേവി നൽകാത്തത് ചോദ്യം ചെയ്ത അഡ്വക്കേറ്റ് ഷിബു എസ് നൽകിയ പരാതി സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനോട് വീണ്ടും പരിഗണിക്കാൻ നിർദ്ദേശം നൽകി. നേരത്തെ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ പരാതി തള്ളിയത് റദ്ദ് ചെയ്താണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. പൊറോട്ടയും ബീഫ് ഫ്രൈയും വാങ്ങിയപ്പോൾ പേർഷ്യൻ ടേബിൾ ഹോട്ടൽ ഗ്രേവി നൽകാത്ത ചോദ്യം ചെയ്താണ് അഡ്വക്കേറ്റ് ഷിബു കമ്മീഷനെ സമീപിച്ചത്. ഗ്രേവിയൊക്കെ വേണ്ടേ നമുക്ക്? ബിപിൻ സി വിജയന്റെ റിപ്പോർട്ട്. അഡ്വക്കേറ്റ് ഷിബു എസ് വയലകത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്നു. പൊറോട്ടയും ബീഫ് ഫ്രൈയുമാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അത് കഴിക്കാനായി അതിന്റെ കൂടെ ഗ്രേവി ഒന്നും നൽകിയില്ല. അത് ഹോട്ടലുകാരോട് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത്ര നല്ല സമീപനമല്ല, അങ്ങനെ ഒരു പോളിസി ഇല്ല എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. ആ 2024 സെപ്റ്റംബറിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അന്നു മുതൽ തുടങ്ങിയ ഒരു നിയമ പോരാട്ടമാണ്. ഇപ്പോൾ അത് സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ അംഗീകരിച്ചിരിക്കുകയാണ്. പൊറോട്ടയും ബീഫ് ഫ്രൈയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും ഡ്രൈ ആയിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രേവി ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ഗ്രേവി തന്നില്ല. അപ്പോൾ ഞങ്ങൾ ഗ്രേവി റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഗ്രേവി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റർ പറഞ്ഞു ഞങ്ങൾ ഗ്രേവി അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറില്ല. പിന്നീട് ഞാനത് എൻ്റെ ഓണറെ കോൺടാക്ട് ചെയ്തു ഫോണിൽ. അപ്പോൾ അദ്ദേഹം ഇതേ സെയിം സംഗതിയാണ് പറഞ്ഞത്. അതിനുശേഷം അടുത്ത ദിവസം ഞാൻ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ഒരു പരാതി കൊടുത്തു, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം അതൊരു അന്വേഷണം നടത്തി. അപ്പോൾ അദ്ദേഹത്തോട് ഇവർ പറഞ്ഞത് ഗ്രേവി നൽകുന്നത് ഞങ്ങളുടെ പോളിസി അല്ലാന്ന്. അങ്ങനെയാണ് ഞാൻ ഡിസ്ട്രിക്ട് കമ്മീഷനിൽ ഒരു ഉപഭോക്തൃ പരാതി കൊടുക്കുന്നത്. ആ പരാതി ഡിസ്ട്രിക്ട് കമ്മീഷൻ പറഞ്ഞു ഇത് നിയമപരമല്ല, ഇങ്ങനെ ഗ്രേവി കൊടുക്കണമെന്നൊരു നിയമത്തിലും പറയുന്നില്ല, അതുകൊണ്ട് ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞ് കേസ് തള്ളി. അപ്പോൾ അതിനുശേഷം ഞാൻ സ്റ്റേറ്റ് കമ്മീഷനിൽ അപ്പീൽ കൊടുത്തു. അങ്ങനെ ആ സ്റ്റേറ്റ് കമ്മീഷനിൽ അപ്പീൽ ഈ കഴിഞ്ഞ ജൂൺ 5 വിധിയായി. അന്ന് അവിടെ ഹിയറിംഗ് ആയിരുന്നു. കൺസ്യൂമർ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ ഡിസ്ട്രിക്ട് കമ്മീഷന്റെ വിധി അസാധുവാക്കി, അത് പുനരന്വേഷിക്കാന്നുള്ളതാണ്. അതുകൊണ്ട് അത് ആ പരാതി തിരിച്ച് ഡിസ്ട്രിക്ട് കമ്മീഷനിലേക്ക് വിട്ടിരിക്കുകയാണ്. പക്ഷേ ആ ഡിസ്ട്രിക്ട് കമ്മീഷനിലേക്ക് വിട്ടപ്പോൾ തന്നെ ഈ സ്റ്റേറ്റ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശമുണ്ട്. ദ ഡിസ്ട്രിക്ട് കമ്മീഷൻ ഫെയിൽ ടു ടേക്ക് എ പ്രോ കൺസ്യൂമർ അപ്രോച്ച് ഇൻ ദ മാറ്റർ ഇൻ ഇഷ്യൂ ഈവൻ ദോ ദ കൺസ്യൂമർ കമ്മീഷൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ടു ടേക്ക് to redress the grievances of the consumers in accordance with the law. ജൂലൈ മാസം 8 ഡിസ്ട്രിക്ട് കമ്മീഷനിലേക്ക് ചെല്ലാനായിട്ട് സ്റ്റേറ്റ് കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ പരാതി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. നടപടിക്രമം പറഞ്ഞാൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പൂർത്തീകരിച്ച് ഒരു തീരുമാനത്തിലെത്തണം. പക്ഷേ ഇതിപ്പോൾ ആ തീരുമാനത്തിലെത്തുന്ന വെച്ചാൽ സ്റ്റേറ്റ് കമ്മീഷന്റെ ഈ ഡയറക്ഷൻ പ്രകാരമുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും അത് എത്താൻ സാധ്യത. നമുക്കിത് കേൾക്കുമ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ അത് സാധാരണ ഒരു ആളുകളെ സംബന്ധിച്ച് അത് എങ്ങനെയായിരിക്കും അത് ബാധിക്കുക എന്നുള്ളത് കൂടി അദ്ദേഹം വിശദമാക്കുകയായിരുന്നു. ക്യാമറമാൻ സ്വാതിക്കൊപ്പം വിപിൻ സി വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.